വർഷങ്ങൾക്കിപ്പുറം പഴയ സംഭവം പങ്കുവെച്ച ശാന്തിവിള ദിനേശ്. മലയാള സിനിമയിലെ സൂപ്പർ താരമായ മമ്മൂട്ടിയുടെ തുടക്കകാലത്തെ ഒരു സംഭവമാണ് സംവിധായകൻ ശാന്തിവിള ദിനേശ് ഇപ്പോൾ ഓർത്തെടുക്കുന്നത്. തന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് മമ്മൂട്ടിയുടെ നായികയാവാൻ ഒരു നടി വിസമ്മതിച്ച സംഭവത്തെക്കുറിച്ച് അദ്ദേഹം വെളിപ്പെടുത്തിയത്. ജോൺ ജാഫർ ജനാർദ്ദനൻ എന്ന സിനിമയുടെ ചിത്രീകരണമായിരുന്നു സംഭവം. ഹിന്ദി ചിത്രമായ അമർ അക്ബർ ആന്റണിയുടെ മലയാളം പതിപ്പായ ഈ ചിത്രത്തിൽ രതീഷ്, രവീന്ദ്രൻ, മമ്മൂട്ടി എന്നിവരായിരുന്നു പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിച്ചത്. അന്നത്തെ സാഹചര്യത്തിൽ രതീഷും രവീന്ദ്രനും താരപദവിയിൽ മുന്നിലായിരുന്നുവെന്നും മമ്മൂട്ടി താരമായി ഉയർന്നു വരുന്ന ഘട്ടത്തിലായിരുന്നുവെന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. ചിത്രത്തിൽ മമ്മൂട്ടിയുടെ നായികയായി നടി സ്വപ്നയെ തീരുമാനിച്ചിരുന്നു. എന്നാൽ സെറ്റിലെത്തിയ താരം അന്നത്തെ പ്രമുഖ താരമായ രതീഷിന്റെ നായികാവേഷം വേണമെന്നാവശ്യപ്പെട്ട് സംവിധായകനോട് പിണങ്ങിക്കരഞ്ഞുവെന്നാണ് ശാന്തിവിള ദിനേശിന്റെ വെളിപ്പെടുത്തൽ. ഒടുവിൽ സാഹചര്യങ്ങൾ കണക്കിലെടുത്ത കഥാപാത്രങ്ങളിൽ മാറ്റം വരുത്തുകയും സ്വപ്നയ്ക്ക് ആവേശം നൽകുകയും ചെയ്തുവെന്നും അദ്ദേഹം പറയുന്നു. ഇന്ന് ഈ സംഭവം മമ്മൂട്ടിക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, പക്ഷേ എനിക്ക് വ്യക്തമായി ഓർമ്മയുണ്ട്. 44 വർഷം കഴിഞ്ഞു. ഇന്ന് സ്വപ്നയെക്കുറിച്ച് എത്ര പേർ ഓർക്കുന്നു. എന്നാൽ മമ്മൂട്ടി ഇന്നും മലയാള സിനിമയിൽ മുൻനിരയിൽ സജീവമായി തുടരുകയാണ്. ശാന്തിവിള ദിനേശ് പറഞ്ഞു. സിനിമാ രംഗത്ത് തുടക്കകാലത്ത് അവഗണനയും നിരാകരണവും നേരിട്ട നിരവധി കലാകാരന്മാർ പിന്നീട് വലിയ ഉയരങ്ങളിലെത്തിയിട്ടുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. കലാഭവൻ, സൂരജ് വെഞ്ഞാറമൂട് തുടങ്ങിയവരുടെ പേരുകളും അദ്ദേഹം ഉദാഹരണമായി പരാമർശിച്ചു. അതേസമയം ഒരു കാലത്ത് മലയാളികളുടെ പ്രിയ നായികയായിരുന്ന മധുബാല പിന്നീട് ഇന്ദ്രൻസിന്റെ നായികയായി അഭിനയിച്ച സംഭവവും ശാന്തിവിള ദിനേശ് ഓർമ്മിപ്പിച്ചു. കോസ്റ്റ്യൂമറായിരുന്ന കാലത്ത് താൻ ഒരിക്കലും സ്വപ്നം പോലും കാണാത്ത തരത്തിലുള്ള ഉയരങ്ങളാണ് ഇന്ദ്രൻ സ്വന്തമാക്കിയതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു.